സോ ഹേ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ YKP ഫിലിംസ്. നമ്മുടെ ചാനലിന്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ സ്മോക്ക് വോട്ടെക്സ് ഗൺ ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾ ഇതിന്റെ വലിയ വർഷം കണ്ടിട്ടുണ്ടാവും M4ടെക്കിന്റെ വീഡിയോയിലൊക്കെ. അത് വലിയ ഡ്രം ഒക്കെ വെച്ചിട്ടാണ് ചെയ്യണേ. നമുക്ക് അതിന്റെ മിനിമലിസ്റ്റിക് വർഷം മതി. അപ്പൊ നമ്മളിന്ന് പ്രിങ്കിൾസിന്റെ ക്യാൻ വെച്ചിട്ട് ഒരു സ്മോക്ക് വോട്ടെക്സ് ഗണ്ണാണ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അപ്പൊ നമുക്ക് നമ്മളെ സ്മോക്ക് വോട്ടെക്സ് ഗൺ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അതിന്റെ സ്മോക്ക് വരാനുള്ള സംഭവം റെഡിയാക്കണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോട്ടറും പിന്നെ അടപ്പുമാണ് കുപ്പിയുടെ. അപ്പൊ നമുക്ക് ഇനി അതെങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരാം. അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മൾ കുപ്പിയുടെ അടപ്പെടുത്തിട്ട് അതിന്റെ സെന്റർ നോക്കിയിട്ട് ഒരു ചെറിയ ഹോൾ ഇടണം. പിന്നെ നമ്മൾ ഈ ഹോള് വലുതാക്കി നമ്മൾ ഈ സാധാ DC മോട്ടറിന്റെ ഈ ഫ്രണ്ടിലൊക്കെ ഒരു റിങ് മാതിരി വരുന്നുണ്ട്. അത്രയും സൈസിൽ ആ ഹോൾ എത്തിക്കണം കേട്ടോ. നമ്മളിതാ ഓട്ടിട്ട് തീർന്നുണ്ട്. നമ്മളിത് വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും കറക്റ്റ് സൈസാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഇത് എന്താ പറയാ അറിയില്ല, നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ ഈ ഷാഫ്റ്റ് വരുന്ന ഭാഗം നോക്കിയിട്ട് നമുക്ക് സർക്കിൾ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 1 സെന്റിമീറ്റർ ആണ്. നമ്മൾ കോമ്പസിൽ 1 സെന്റിമീറ്റർ റേഡിയസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരച്ചെടുക്കണം. അപ്പൊ 1 സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ 2 സെന്റിമീറ്റർ അതായത് 1 സെന്റിമീറ്റർ റേഡിയസ് വരുന്ന സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാരണം നമ്മൾ ഈ സാധനം ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു എത്ര ഹൈറ്റ്, ഇവിടെ മുട്ടാതെ എത്ര ഹൈറ്റ് ഉണ്ട് നോക്കണം. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഏകദേശം 0.8 ഒക്കെ കിട്ടിയേ. അങ്ങനത്തെ 2 ഇങ്ങനത്തെ പീസ് എടുത്തിട്ട് ഇതിൽ പ്ലസ് പോലെ ഒട്ടിക്കണം. ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു പീസ് ഒട്ടിച്ചു. ഇനി നമ്മൾ രണ്ടാമത്തെ പീസ് എങ്ങനെ ഒട്ടിക്കേണ്ടത് വെച്ചാൽ ഇതിനെ നടു മുറിക്കുക. എന്നിട്ട് ഇതിൽ ഇങ്ങനെ പ്ലസ് മാറി ഒട്ടിക്കുക. ചെയ്യാട്ടോ ഇങ്ങനെ 2 പീസ് എടുത്തിട്ട് ഇതിൽ പ്ലസ് മാറി ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി എക്സസ് വരണം നമ്മൾ കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ പ്ലസ് മാരി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞാൽ നമ്മളെ ഈ അടപ്പ് നമ്മളെ മോട്ടറേക്ക് നല്ല ഫിക്സ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ഈ ഐറ്റം അതിൽ നമ്മളെ മോട്ടറിന്റെ ഷാഫ്റ്റിൽ കണക്ട് ചെയ്യാവുന്നതാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ മോട്ടറേക്ക് നമ്മളെ ആ പ്ലസ് മാരി സാധനം ഒട്ടിച്ചിട്ടുണ്ട്. നല്ല ഇറക്കിയേക്കണം കേട്ടോ. ഇതിന് നേരെ കൂടെ നമുക്ക് ലെയർ സാധനം ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഗൈസ്. പിന്നെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് കാരണം അതിന്റെ മേലത്തെ ഒരു അടപ്പുമാരി ഉണ്ടാക്കണം. അപ്പൊ ഇനി അത് ചെയ്യാനായിട്ട് നമ്മളെ സാധാ ഒരു ഫോം ഷീറ്റിന്റെ പീസിലേക്ക് നമുക്ക് ഈ കുപ്പിയുടെ അടപ്പിന്റെ ഡയമീറ്റർ സർക്കിൾ വരച്ചെടുക്കണം. അത് നമ്മൾ ഇതിന് മേലെ ഒട്ടിക്കുക, അത്രേ ഉള്ളൂ. ഇതപ്പോൾ നമ്മൾ ഈ ക്യാപ്പിനനുസരിച്ചുള്ള ഒരു സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള പറഞ്ഞാൽ ഇതിന്റെ സെന്ററിൽ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനത്തെ പഴയ പെന്നിന്റെ ബോഡി ഭാഗം അല്ലെങ്കിൽ പഴയ സ്കെച്ചിന്റെ ബോഡിയൊക്കെ കയറാൻ ഭാഗത്തുള്ള ഒരു ഹോൾ ഇതിൽ ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ തന്നെ ഒരു ഹോള് നമ്മൾ ഈ അടപ്പിൽ ചെരിച്ചുണ്ടാക്കുന്നുണ്ടോ. ഇനി നമുക്കത് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ പെന്നിന്റെ ടോപ്പ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാരണം ഇവിടെ സൈഡിലൊരു ചെരിച്ച് ഓട്ടം ഇടണം. ഈ പെന്നിനെ ഇതിനെ ചെരിച്ച് വെക്കാൻ, എന്നാലേ നമ്മൾ ഇത് കൂടെ നമ്മളെ സ്മോക്ക് വലിച്ചെടുത്ത് ഇത് കൂടെ പുറത്തേക്ക് വിടുള്ളൂ. എന്നിട്ടാണ് നമുക്ക് ക്യാനൺ മാരുത്ത ഗണ്ണിന്റെ ഭാഗത്തേക്ക് കണക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇവിടെ ചെരിച്ചുള്ള ഓട്ടം ഇട്ടാം ഗൈസ്. അങ്ങനെ നമ്മളെ രണ്ടും മുറിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ആക്ച്വലി പറഞ്ഞാൽ സാധാ ഒരു വെള്ളം പമ്പ് ചെയ്യണ മോട്ടറിന്റെ അതേ ഡിസൈൻ തന്നെയാണ്. അതേമാതിരി തന്നെ നമുക്ക് സ്മോക്ക് പമ്പ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാനുള്ള കാരണം ഇത് ഞാൻ ഒട്ടിച്ചിട്ടില്ല, അത് നമ്മളിങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇത് അപ്പോൾ ഇനി നല്ല എയർ ടൈറ്റ് ആയി ഒട്ടിക്കണം. കാരണം നിങ്ങൾ ഫുള്ള് കൂടെ സ്മോക്ക് ഒന്നും ലീക്കായി പോരുത്. അപ്പോൾ നല്ല ഉറപ്പായിട്ട് ഒട്ടിക്കുക ഗൈസ്. അങ്ങനെ നമ്മുടെ മോട്ടർ നമ്മൾ റെഡി ആക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ മോട്ടർ സെറ്റ് ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ഭാഗത്തേക്ക് വെക്കാം. ആ റിങ്ങും വോട്ടെക്സ് റിങ്ങും ഒക്കെ വരാനുള്ള ബോഡി നമുക്ക് ചെയ്യാൻ കൊടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ റിങ് ഉണ്ടാക്കാനുള്ള സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ പ്രിങ്കിൾസിന്റെ ഒരു ബോട്ടിലാണ്. നിങ്ങൾക്ക് പ്രിങ്കിൾസിന്റെ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ കുപ്പിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാനുള്ള പറഞ്ഞാൽ നമ്മളെ പ്രിങ്കിൾസിന്റെ ബോട്ടിൽ എടുത്തിട്ട് ഇതിന്റെ ഈ സെന്ററിൽ നമുക്കൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോൾ ഇടണം. അതിനായിട്ട് ഇങ്ങനത്തെ ഡിവൈഡർ എടുത്തിട്ട് ഇതിന്റെ കൃത്യ സെന്ററിലായിട്ട് കുത്തി കൊടുത്തിട്ട് ഒരു ഏകദേശം ഒരു ഇത്രയൊക്കെ ഒരു ഡിസ്റ്റൻസ് ബാക്കി വരുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ വരച്ചു കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ നമ്മളെ ഡിവൈഡർ എടുക്കാൻ കാരണം ഇതിന്റെ 2 മൂലയെന്ന് വെച്ചാൽ നമുക്ക് ഓട്ട ഇതാക്കിയാൽ അത് വേഗം കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേ. 2 സൈഡിൽ അങ്ങനെ നല്ലോണം ചെയ്താൽ നമുക്ക് സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കിട്ടും ഗൈസ്. അങ്ങനെ നമ്മൾ സർക്കിൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ള പറഞ്ഞാൽ നമ്മൾ ഈ പ്രിങ്കിൾസിന്റെ ബോട്ടില് ഏകദേശം ഒരു 13 സെന്റിമീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മളെ ബോട്ടിലും കട്ട് ചെയ്തിട്ടുണ്ട്, ക്യാപ്പും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആ സ്മോക്ക് റിങ് ആയി വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കണം.
അതിനായിട്ട് ഇങ്ങനത്തെ സാധാ കുറച്ച് വലിപ്പമുള്ള ബലൂൺ എടുക്കുക. എന്നിട്ട് ഇതിൽ കുറച്ച് കാറ്റ് നിറച്ചതിന് ശേഷം ഈ ഭാഗം കെട്ടുക. അതിനുശേഷം നമ്മൾ ഈ ബലൂണിന്റെ ടിപ്പ് ഭാഗം മുട്ടുക. പിന്നെ നമ്മളിത് കട്ട് ചെയ്തെടുത്ത ഈ സാധനം നമ്മളെ പ്രിങ്കിൾസിന്റെ ബോട്ടിലിന്റെ ബാക്ക് ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇനി നമ്മളിത് സെല്ലോ ടാപ്പ് വെച്ച് സെക്യൂർ ചെയ്യും. ഗൈസ്, അപ്പോൾ നമ്മളെ മെയിൻ ഭാഗം റെഡിയായി. ഇനി നമുക്ക് നമ്മളുടെ പഴയ ഈ സ്മോക്ക് ഉണ്ടാക്കുന്ന മോട്ടർ നമ്മൾ ഇതിന്റെ ഈ ഔട്ട്പുട്ട് നമ്മളെ ഇത് കണക്ട് ചെയ്യണം. ഇനി അതാ ചെയ്യാനുള്ളത്. ഇതിനായിട്ട് നമ്മളെ ഈ ഉണ്ടാക്കിയ പ്രിങ്കിൾസിന്റെ ബോട്ടിലിൽ ഈ ഏകദേശം ഒരു ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഹോള് വലുതാക്കിയിട്ട് നമ്മൾ ഈ പെന്നിന്റെ ട്യൂബ് സാധനം ഇതിൽ ഒട്ടിച്ചേക്കുക. അത്രേ ഉള്ളൂ. ഇത് എയർ ടൈറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഗമ്മ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല എയർ ടൈറ്റ് ആയി ഒട്ടിക്കുക. സ്മോക്ക് ഒന്നും പുറത്തേക്ക് പോകാൻ പാടില്ല. ഗൈസ്, അപ്പോൾ നമ്മളിതാ എല്ലാം ഒട്ടിച്ച് സെറ്റാക്കി. ഇനി നമുക്ക് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ ഈ DC മോട്ടറിക്ക് 2 വയർ കണക്ട് ചെയ്തിട്ട് ആ വയർ നമ്മൾ USB-ന്റെ സ്റ്റിക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇതുകൊണ്ട് നമുക്ക് നേരെ 5 വോൾട്ടിന്റെ അഡാപ്റ്ററിൽ കുത്തിയിട്ട് നമ്മുടെ മോട്ടർ ഇറക്കിയിരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ളത് പറഞ്ഞാൽ ഇതിന്റെ പുറത്ത് കൂടെ ജസ്റ്റ് ഫോം ഷീറ്റ് കൊണ്ട് ചെറിയതായിട്ടൊരു ഹാൻഡിലും കൂടെ സെറ്റ് ആക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഗൈസ്, അങ്ങനെയാണ് നമ്മുടെ സ്മോക്ക് വോർട്ടെക്സ് ഗണ്ണ് റെഡി ആയിട്ട്. ഇത് നമ്മൾ ചെറിയ ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾ വെച്ചാൽ മതി. ഈ മോട്ടർ ഒന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൽ സ്മോക്ക് വരാനായിട്ടുള്ള പേപ്പർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പഴയ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളിങ്ങനെ ചുരുട്ടുക. അതായത് ഒരു സൈഡ് ഒരു കോൺ ഷേപ്പിൽ ചുരുട്ടുക. നമ്മൾ ഈ എൻഡ് സെല്ലോ ടാപ്പ് കൊണ്ടോ പാശ കൊണ്ടോ ഒട്ടിച്ചേക്കും. ഗൈസ്, അപ്പോൾ നമ്മളെ സ്മോക്ക് വോർട്ടെക്സ് ഗണ്ണിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് ചെറിയൊരു ആൾട്ടർനേഷൻ വരുത്തിയത് പറഞ്ഞാൽ നമ്മളിവിടെ അടിയിലൊരു ബാറ്ററി കേസ് ആണ് വെച്ചത്. നമ്മളിത് 5 വോൾട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ബാറ്ററി ചെയ്തു. മോട്ടർ ഭയങ്കര ചൂടാവും, അതിന്റെ പശ ഉരുകൊക്കെ ചെയ്തു. അതുകൊണ്ട് നമ്മൾ അത് മാറ്റിയിട്ട് ഒരു ചെറിയ ബാറ്ററി കേസ് വെച്ചു. ഇനി നമുക്ക് ഇതിൽ ബാറ്ററി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി ആ സ്മോക്ക് വരാനുള്ള സാധനം കൂടെ വെച്ചിട്ട് നമുക്ക് വർക്കിംഗ് ആണോ നോക്കാം. പ്രോപ്പറായി വർക്കിംഗ് ആണ്. നമുക്ക് വിട്ടോ കേട്ടോ റിങ്. ഓ, ഏതാ സെറ്റ് നടക്കണ സ്മോക്ക് ആയിട്ട് റിങ് ആയിട്ട് ഇങ്ങനെ പോണേ. വാവ്, വാവ്, സെറ്റ്. ഗൈസ്, അപ്പൊ നമ്മളെ സാധനം നല്ല കിടിലായി വർക്ക് ചെയ്യുന്നത് കണ്ടോ. റിങ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞാൽ ഇത് എളുപ്പത്തിന് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ സംഭവമാണ്. ഗൈസ്, അപ്പൊ നമ്മളെ സ്മോക്ക് മെഷീൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് വർക്ക് ചെയ്യില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. സിമ്പിൾ ആണ്. നമുക്ക് പ്രിങ്കിൾസിന്റെ ബോട്ടിൽ DC മോട്ടർ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇതുപോലത്തെ ഈ വീഡിയോസ് കിട്ടാനായിട്ട് നമ്മളെ YKP ഫിലിംസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.